ഹായ്, ഞാൻ Dr.Sameer Ali, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗത്തിലെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വിഭാഗം മേധാവിയാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിയുടെ ബലക്ഷയം. പ്രധാനമായിട്ടും നമ്മളെ പ്രായാധിക്യം കാരണമോ അല്ലെങ്കിൽ വാദസംബന്ധമായ അസുഖങ്ങളോ കാരണം നമ്മുടെ അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയത്തെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനം ഇതിൻ്റെ എങ്ങനെ നമുക്ക് ഓസ്റ്റിയോപോറോസിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിന് വേണ്ടത് നമ്മുടെ ഭക്ഷണക്രമം, കാൽസ്യം മുതലായ പദാർത്ഥങ്ങളടങ്ങിയ നല്ല സമീകൃതമായ ഭക്ഷണം. രണ്ടാമത്തത് സൂര്യപ്രകാശം. മൂന്നാമത്തത് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. എന്തെല്ലാമാണ് ഓസ്റ്റിയോപോറോസിസ് തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെഗുലർ സിമ്പിളായിട്ടുള്ള എക്സസൈസ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും എക്സസൈസുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഹൈ ഇമ്പാക്റ്റ് വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ് അല്ലെങ്കിൽ കുറേ കൂടെ കാഠിന്യ രൂപത്തിലുള്ള എക്സസൈസ്. ഇത്തരം എക്സസൈസുകൾ സാധാരണയായി കുറേ കൂടെ ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളിലാണ്. ഉദാഹരണമായിട്ട് ഏകദേശം 50 വയസ്സോടെയുള്ള ആണുങ്ങൾക്ക്. അവർക്ക് പക്ഷേ മുന്നേ ഒരു അപകടങ്ങളോ എല്ലുകൾക്ക് പൊട്ടലോ ഒന്നും പാടില്ല. അത്തരം ആളുകൾക്ക്, പൊതുവെ നല്ല ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ച് ആണുങ്ങൾക്ക് ഏകദേശം ഒരു 50 വയസ്സുള്ള ആണുങ്ങൾക്കും അല്ലെങ്കിൽ 40-45 വയസ്സുള്ള സ്ത്രീകൾക്കുമാണ് സാധാരണ ഇത്തരം എക്സസൈസുകൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അതായത് ഹൈ ഇമ്പാക്റ്റ് വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ്. എന്തെല്ലാമാണിത്? നമ്മുടെ കേട്ടുള്ള എയറോബിക് എക്സസൈസസ് അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യുന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസസ്. അതുപോലെ ഏകദേശം ഒരു അരമണിക്കൂറിൽ 4 മുതൽ 5 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ഓട്ടം, നിന്ന സ്ഥലത്ത് നിന്നിട്ട് ഏകദേശം 10 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ചാടുക. അതല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന റോപ്പിംഗ് എക്സസൈസ്. ഇതെല്ലാമാണ് ഹൈ ഇമ്പാക്റ്റ് വെയ്റ്റ് ബെയറിംഗ് എക്സസൈസസ്. എന്നാൽ കുറച്ചുകൂടെ പ്രായത്തിലോട്ട് കടക്കുമ്പോൾ ഏകദേശം 55-60 വയസ്സിലോട്ട് കടന്നു, പക്ഷേ നിങ്ങൾക്ക് മുന്നേ ഒടിവുകളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലോ ഇമ്പാക്റ്റ് വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ്. അതായത് ഓടുക. ഏകദേശം ഒരു അരമണിക്കൂറിൽ ഏകദേശം 3 കിലോമീറ്റർ നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ വളരെ പതുക്കെ വളരെ ഒരു ഉപരിതലത്തിൽ നിന്നും 4-5 സെൻറ്റിമീറ്റർ മാത്രം ഉയരത്തിലോട്ടുള്ള പതുക്കെയുള്ള ചാട്ടം, അതല്ലെങ്കിൽ പതുക്കെ വളരെ ചെറിയ തോതിലുള്ള ഓട്ടം. ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായി ലോ ഇമ്പാക്റ്റ് വെയ്റ്റ് ബെയറിംഗ് എക്സസൈസ് എന്ന് പറയുന്നത്. പക്ഷേ കുറേ കൂടെയുള്ള പ്രായത്തിലോട്ട് പോകുമ്പോൾ പലപ്പോഴും ഇത്തരം എക്സസൈസുകൾ അപകടകരമായ വിധം ചിലപ്പോൾ ഒടിവുകളോ മറ്റോ ഉണ്ടാക്കാൻ തന്നെ സാധ്യതയുണ്ട്. അത്തരം ആളുകൾക്ക് നമുക്ക് സാധാരണയായിട്ട് ഞാനിതുപോലെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. നമുക്കത് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുപോലെ ഇരുന്ന് കഴുത്തിൻ്റെ എല്ലാ വശത്തോട്ടും മേലോട്ട് താഴോട്ട് 2 സൈഡിലോട്ട്, അതുപോലെ ഈ ഇരുവശത്തേക്കും. പിന്നെ നിവർന്ന് നിന്നതിന് ശേഷം ഷോൾഡർ ബാക്കിലോട്ട് ബ്രേസ് ചെയ്ത് പിടിക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് ഇരുന്നിട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയൊരു പില്ലോ എടുക്കുക, 2 കാലിലും വെക്കുക. ജസ്റ്റ് 2 കാലും പൊക്കി പിടിക്കുന്നു, 10 വരെ എണ്ണുക, പതുക്കെ താഴ്ത്തുക. പിന്നെ കിടന്നിട്ട് 2 കാലും ഇടുപ്പും പൊക്കി ഇതുപോലെ വെച്ചതിന് ശേഷം ഇടുപ്പ് പതുക്കെ പൊക്കി പിടിക്കുന്നു, താഴ്ത്തുന്നു. ഇത്തരം വളരെ ലളിതമായ വ്യായാമങ്ങൾ രാവിലെയും വൈകിട്ടും ഏകദേശം 10-20 തവണ തുടർച്ചയായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ നിങ്ങളുടെ അസ്ഥികളുടെ ആരോഗ്യവും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാനാകും.